കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നൊരു ചെറുകഥയാണ്. എന്തോ പൊതിഞ്ഞു കൊണ്ടുവന്ന കടലാസിൽ നിന്ന് കിട്ടിയ ഈ കഥ ഒരു നൊമ്പരം മനസ്സിൽ കൂറിയിട്ടു. അത് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. കഥാരചന അനു ബാബു. സദ്യവട്ടം. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. അന്ന് രാവിലെയാണ് ഉഷയ്ക്ക് അത് ഓർമ്മ വന്നത്. അതോടെ ആകെ വെപ്രാളമായി. വിനുക്കുട്ടൻ്റെ പക്ക പിറന്നാളാണിന്ന്. നാളെ തിരുവോണവും. അതുകൊണ്ട് തന്നെ അതൊരിക്കലും മറക്കാറില്ലായിരുന്നു. ഉണ്ണിക്കുട്ടൻ ജനിച്ചത് മുതൽ തിരുവോണവും പിറന്നാളും ഒന്നിച്ചാണ് ആഘോഷിക്കാറ്. ഇത്തവണയും അങ്ങനെ തന്നെ ആവട്ടെ. ആകെയുള്ളൊരാൺതരി. അവൻ്റെ പിറന്നാൾ ഓർമ്മിച്ചില്ലെന്ന് വിനുക്കുട്ടനെങ്ങാനും അറിഞ്ഞാൽ തീർന്നു. അടുത്ത പിറന്നാൾ വരെ പരാതിയായിരിക്കും. എന്നാലും അമ്മേ, എൻ്റെ പിറന്നാൾ. ചെക്കൻ്റെ കണ്ണ് നിറയുന്നത് സഹിക്കാൻ പറ്റില്ല. തൻ്റെ 27ാമത്തെ വയസ്സിൽ അപ്പുവേട്ടൻ മരിക്കുമ്പോൾ വിനുക്കുട്ടൻ 5 വയസ്സ്. പിന്നെ എല്ലാറ്റിനും അവൻ അമ്മ വേണം. അടുത്ത വീടുകളിൽ അടുക്കളപ്പണി ചെയ്ത് തളർന്നു വന്ന് കയറുമ്പോൾ വഴിക്കണ്ണുമായി ഇളം തിണ്ണയിൽ അവൻ കാണും. വഴിയിൽ തൻ്റെ നിഴല് കാണുമ്പോഴേ ഓടി ഇറങ്ങി വരും. 100,000 വിശേഷങ്ങളുണ്ടാവും പറയാൻ. അയലത്തെ കുട്ടികളോട് തൂഞ്ഞാലാടിയതും പട്ടം പറപ്പിച്ചതും, പൂക്കളമിടാൻ പൂ പറിക്കാൻ പോണ വഴിയിൽ പാമ്പിൻ്റെ സീൽക്കാരം കേട്ടതും, കൂട്ടുകാർ ഓണക്കോടിയിട്ടു വന്ന് ഗമ കാണിച്ചതും, അങ്ങനെ ഒരുപാട്. അവനു മാത്രം പുത്തനുടുപ്പില്ലാത്തതിൻ്റെ വിഷമം ഉള്ളിലുണ്ടെങ്കിലും ഒന്നും അവൻ പുറമേ കാണിക്കില്ല. തേങ്ങയും ശർക്കരയും വെച്ച് വാഴയിലയിൽ ഒരട ചുട്ടുകൊടുക്കുമ്പോൾ എല്ലാ പരിഭവവും തീരും. അപ്പോൾ ഒരു ചിരിയുണ്ട് കൊതിയൻ ശങ്കുവിന്. ആ ഓർമ്മയിൽ ഉഷ പുഞ്ചിരിച്ചു. 10ാം ക്ലാസ് വിജയിച്ചു വന്നപ്പോൾ കുടുക്ക പൊട്ടിച്ച കാശുകൊണ്ട് ഒരു വാച്ച് വാങ്ങിച്ചു കൊടുത്തു. നിധി കിട്ടിയ സന്തോഷത്തോടെ അന്ന് മുഴുവൻ അതും കയ്യിൽ കെട്ടി നടപ്പായിരുന്നു ചെക്കൻ. അവൻ്റെ മുഖം വാടാതിരിക്കാൻ, വഴിത്താരകൾ സുഗമമാകാൻ പ്രാർത്ഥനകൾ മാത്രം പോരാതെ വന്നു. കൂടുതൽ പുസ്തകങ്ങൾ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, കൂടുതൽ പണം. അങ്ങനെയാണ് വാർക്കപ്പണിക്ക് പോയി തുടങ്ങിയത്. ആദ്യമൊക്കെ പൊള്ളിയ കൈയുമായി തിരികെ വന്ന തൻ്റെ കയ്യിൽ ആവി പിടിച്ചു, മരുന്ന് പുരട്ടി. പഠിപ്പ് കഴിഞ്ഞ് തനിക്കൊരു ജോലി കിട്ടിയാൽ അമ്മയെ ഒരു ജോലിക്കും വിടില്ലെന്ന് പറഞ്ഞ് അടുത്തു നിന്നു മാറാതെ നിന്നു. അമ്മയെന്നു വെച്ചാൽ അവൻ ചാകും. ആ അമ്മ അവൻ്റെ പിറന്നാൾ മറന്നു വെച്ചാൽ, അതും തിരുവോണത്തലേന്നത്തെ പിറന്നാൾ. ഈയിടെയായി മറവി അല്പം കൂടുതലാണ്. ഇപ്പോൾ ഓണം വരുന്നതും പിറന്നാൾ വരുന്നതും ഒന്നും ഓർക്കാറില്ല. ഇന്നെങ്കിലും ഓർത്തുവല്ലോ. എന്തായാലും ഒരു സദ്യ ഒരുക്കണം. ആദ്യം ഉപ്പേരിയും ശർക്കര വരട്ടിയും, പിന്നെ ചോറ് വെച്ചു. കറികൾ തയ്യാറാക്കുമ്പോൾ ഇടയ്ക്ക് മറവി വന്ന് ശല്യപ്പെടുത്തി. സാമ്പാറിൽ 2 വട്ടം പുളി പിഴിഞ്ഞു. ഇഞ്ചിക്കറി ഉപ്പില്ലാതെ കുറുകുകയും അവിയൽ കഷ്ണങ്ങൾ വെന്തലിയുകയും ചെയ്തു. സമയം കടന്നുപോയി. ഓഫീസ് വിട്ട് അവൻ വരാറായല്ലോ എന്നോർത്തു. പായസം വെക്കുന്ന തിരക്കിനിടയിൽ ആരോ കഞ്ഞിയുമായി വന്നു ശല്യപ്പെടുത്തി. ഇനി സദ്യ വിളമ്പാനുള്ള തൂശനില മാത്രം മതി. അത് അവൻ വന്നിട്ട് മുറിക്കാം. ഉഷ കാത്തു നിന്നു. എന്നാൽ പതിവ് പോലെ അന്നും വിനുക്കുട്ടൻ വന്നില്ല. പതിവ് മരുന്ന് കൊടുക്കാൻ നഴ്സ് ആലീസ് വന്നപ്പോൾ സെല്ലിൻ്റെ അഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഉഷ. ട്രേ മേശപ്പുറത്ത് വെച്ചിട്ട് ആലീസ് ചോദിച്ചു, "ഉഷാമ്മയ്ക്ക് എന്തു പറ്റി?" അവർ ആലീസിനോട് പരിഭവിച്ചു. "രാവിലെ മുതൽ ഞാൻ സദ്യ ഒരുക്കി വെച്ച് നോക്കിയിരിക്കുക. ആ ചെക്കൻ ഇതുവരെ വന്നില്ല. എല്ലാം തണുത്തു കഴിഞ്ഞാൽ എന്തിനു കൊള്ളാം." മറുപടി പറയാതെ ആലീസ് ഗുളിക നീട്ടി. "ഇനി ഇന്നല്ലേ ഉത്രാടം?" ഉഷ സംശയത്തോടെ നോക്കി. മുറി വൃത്തിയാക്കുമ്പോൾ ആലീസ് കണ്ടു. മുറിയുടെ മൂലയിൽ വിരിച്ച വലിയ പത്രക്കടലാസിൽ കുനുകുനെ നുറുക്കിയ കടലാസ് തുണ്ടുകൾ. അവ ചോറും കറികളുമായി കരുതി മകനെ കാത്തിരിക്കുകയാണ് ആ അമ്മ. കിടക്കവിരി മാറ്റി വിരിക്കുമ്പോൾ ആലീസ് ഓർത്തു, മകനും മരുമകളും കൈയൊഴിഞ്ഞതറിയാതെ പിറന്നാൾ സദ്യയൊരുക്കി മകനെ കാത്തിരിക്കുകയാണു പാവം.
വൃദ്ധയുടെ കാലിൽ ചങ്ങല ഉരഞ്ഞുണ്ടായ മുറിവിൽ ഓയിൻമെൻ്റ് പുരട്ടി ആലീസ് പിന്തിരിഞ്ഞു. പുറത്തിറങ്ങിയ ആലീസ് ഒരിക്കൽ കൂടി സെല്ലിനകത്തേക്ക് നോക്കി. ഭൂതകാലത്തിൻ്റെ വഴിത്താരയിലെ ഓർമ്മപ്പൊട്ടുകൾ പെറുക്കിയടുക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണവർ. ഉപേക്ഷിച്ചവർ തിരക്കിയെത്തുന്നതും കാത്ത്.